ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ചാർജും മാസും തമ്മിലുള്ള സിമിലാരിറ്റീസ് ആണ്. കുറച്ച് പോയിന്റുകൾ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഒരു 4 പോയിന്റ് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. 4 പോയിന്റുകളും ചാർജും മാസും തമ്മിലുള്ള സിമിലാരിറ്റീസ് ആണ്. ഓരോ പോയിന്റുകളും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ പോയിന്റ്, ബോത്ത് ആർ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. അതായത് ചാർജും മാസും ഒരു മാറ്ററിൻ്റെ പ്രോപ്പർട്ടീസാണ്. എന്തുകൊണ്ടാണ് നമ്മളത് അങ്ങനെ പറയുന്നത്? നമുക്ക് ഒരു മാറ്റർ, ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഒബ്ജക്റ്റിലേക്ക് നമുക്ക് ഇലക്ട്രോണുകളെ കൊടുത്തുകൊണ്ട് ആ ഒബ്ജക്റ്റിനെ ഒരു നെഗറ്റീവ് ചാർജുള്ള ബോഡിയാക്കി മാറ്റാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിലാണ് നമുക്ക് അതിൽ നിന്ന് ഇലക്ട്രോണുകളെ എടുത്തുകൊണ്ട് ആ ഒബ്ജക്റ്റിനെ ഒരു പോസിറ്റീവ് ചാർജുള്ള ഒബ്ജക്റ്റാക്കി മാറ്റാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഒബ്ജക്റ്റുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റങ്ങൾ കൊണ്ടാണ്. ആറ്റത്തിൻ്റെ ഉള്ളിലുള്ള ഇലക്ട്രോണുകൾക്കും പ്രോട്ടോണുകൾക്കും ഉള്ള ഒരു ക്യാരക്ടറാണ് എന്ത്? ചാർജ് എന്ന് പറയുന്നത്. എല്ലാം കൂടി കൂട്ടി വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു മാറ്റർ ഉണ്ടെങ്കിലാണ് നമുക്ക് ഒരു ചാർജ് ഉള്ളൂ. ഇനി എന്തുകൊണ്ടാണ് മാറ്റർ മാസുമായി റിലേറ്റഡ് ആണെന്ന് പറയുന്നത്? ഒരു മാറ്റർ ഉണ്ടെങ്കിൽ തീർച്ചയായും അവിടെ ഒരു മാസ് ഉണ്ടായിരിക്കും. എല്ലാ ഒബ്ജക്റ്റുകൾക്കും എല്ലാ മാറ്ററുകൾക്കും എന്തുണ്ടായിരിക്കും? മാസ് ഉണ്ടായിരിക്കും. അങ്ങനെയെങ്കിൽ മാറ്ററിൻ്റെ തന്നെ പ്രോപ്പർട്ടീസ് ആണ് എന്ത്? ചാർജും അതേപോലെ തന്നെ മാസും. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ സിമിലാരിറ്റി. രണ്ടാമത്തേത് നോക്കാം. ബോത്ത് ആർ സ്കേലാർ ക്വാണ്ടിറ്റീസ്. മനസ്സിലാക്കാൻ വളരെയധികം എളുപ്പമുള്ള ഒരു പോയിൻ്റാണ്. ചാർജ് എന്ന് പറയുന്നതും മാസ് എന്ന് പറയുന്നതും എന്താണ്? സ്കേലാർ ക്വാണ്ടിറ്റീസ് ആണ്. അതായത് അവർക്ക് എന്തുമാത്രമേ ഉണ്ടായിരിക്കുള്ളൂ? മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഡയറക്ഷൻ പറയേണ്ട ആവശ്യം ഇല്ല. രണ്ടും, ചാർജും മാസും എന്ത് ക്വാണ്ടിറ്റീസ് ആണ്? സ്കേലാർ ക്വാണ്ടിറ്റീസ് ആണ്. ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കാം. ബോത്ത് ഒബേ അഡിറ്റീവ് പ്രോപ്പർട്ടി. എന്താണ് അഡിറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ചാർജുകളുടെ അഡിറ്റീവ് പ്രോപ്പർട്ടി നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഒരു സിസ്റ്റത്തിൽ ഒരുപാട് ചാർജുകൾ ഉണ്ടെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ ചാർജ് കാണാനായി എന്ത് ചെയ്താൽ മതി? ആ ചാർജുകളെ മുഴുവൻ ആഡ് ചെയ്താൽ മതി. ആൽജബ്രിക് സം എടുത്താൽ മതി. അതേപോലെ ഒരു സിസ്റ്റത്തിൽ ഒരുപാട് മാസുകൾ ഉണ്ടെങ്കിൽ, ഒരു സിസ്റ്റത്തിൽ ഒന്നിലധികം മാസുകൾ ഉണ്ടെന്ന് വിചാരിക്കാം. M1 ആണ് ആദ്യത്തെ മാസ്, M2 ആണ് രണ്ടാമത്തെ മാസ്, M3 അങ്ങനെ n മാസുകൾ ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ മാസ് എന്തായിരിക്കും? M1 + M2 + M3 അപ് ടു Mn. ഇനി അതേ സിസ്റ്റത്തിൽ ചാർജുകൾ ഒരുപാടുണ്ടെങ്കിലോ? Q1 എന്ന് പറയുന്നത് ആദ്യത്തെ ചാർജാണ്, Q2 എന്ന് പറയുന്നത് രണ്ടാമത്തെ ചാർജാണ്, Q3 മൂന്നാമത്തെ ചാർജാണ്. അങ്ങനെ n ചാർജുകൾ ഉണ്ടെങ്കിൽ ടോട്ടൽ ചാർജ് എന്താണ്? എല്ലാ ചാർജുകളുടെയും ആൽജിബ്രിക് സം ആണ്. അതായത് ക്യാപിറ്റൽ Q = Q1 + Q2 + Q3 അപ് ടു Qn. അതായത് മാസ് കാണണമെങ്കിൽ, ടോട്ടൽ മാസ് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? എല്ലാ മാസുകളെയും, എല്ലാ ഇൻഡിവിജ്വൽ മാസുകളെയും ആഡ് ചെയ്താൽ മതി. ഇനി ചാർജ് കാണണമെങ്കിലോ? എല്ലാ ഇൻഡിവിജ്വൽ ചാർജുകളുടെയും ആൽജിബ്രിക് സം എടുത്താൽ മതി. അതായത് ചാർജും മാസും എന്ത് ഒബേ ചെയ്യുന്നുണ്ട്? അഡിറ്റീവ് പ്രോപ്പർട്ടി ഒബേ ചെയ്യുന്നുണ്ട്. ഇനി നാലാമത്തെ പോയിന്റ് നോക്കാം. ബോത്ത് ഒബേ ഇൻവേഴ്സ് സ്ക്വയർ ലോ. അത് നമുക്കൊരു അല്പം എക്സ്പ്ലെയിൻ ചെയ്യണം. അതിനുവേണ്ടി ആദ്യത്തെ 3 പോയിന്റുകൾ നമ്മൾ മായ്ക്കുകയാണ്. 2 ചാർജുകളാണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് വിചാരിക്കാം. ഒന്നാമത്തെ ചാർജാണ് Q1. ഇത് ഒന്നാമത്തെ ചാർജാണ് Q1. ഇത് രണ്ടാമത്തെ ചാർജാണ് Q2. Q1 വേണമെങ്കിൽ പോസിറ്റീവ് ആകാം, അല്ലെങ്കിൽ നെഗറ്റീവ് ആകാം. രണ്ടാമത്തെ Q2 വേണമെങ്കിൽ പോസിറ്റീവ് ആകാം, അതല്ലെങ്കിൽ നെഗറ്റീവ് ആകാം. ഞാൻ Q1നെ പോസിറ്റീവായിട്ടും Q2വിനെ പോസിറ്റീവായിട്ടും തന്നെയാണ് എടുക്കുന്നത്. വേണമെങ്കിൽ Q1 നെഗറ്റീവ് ആകാം, Q2 വേണമെങ്കിൽ നെഗറ്റീവ് ആകും, എന്ത് വേണമെങ്കിലും ആകാം. ഇവർ തമ്മിൽ, ഈ കേസിൽ ഇവർ തമ്മിൽ എന്തുണ്ടായിരിക്കും? ഒരു റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടായിരിക്കും. ഇനി ഒരെണ്ണം നെഗറ്റീവ് ആണെങ്കിൽ അവർ തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടായിരിക്കും. എങ്ങനെ പോയാലും ചാർജുകൾ തമ്മിൽ ഒരു ഫോഴ്സ് ഉണ്ടായിരിക്കും. ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അതായത് സ്റ്റേഷനറി അവസ്ഥയിലിരിക്കുന്ന 2 ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ്. ചിലപ്പോൾ അത് അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കാം. എങ്ങനെയാണെങ്കിലും ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. F(E). E എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്, F എന്ന് പറയുന്നത് ഫോഴ്സ്. = ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് R ആണെന്നും വിചാരിക്കാം. Fe എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. K × 2 ആൾക്കാരുടെയും പ്രൊഡക്റ്റ്, അതായത് Q1 × Q2 / R².
ഇത് ശരിക്കും ഒരു റൂളാണ്, ഇത് ശരിക്കും ഒരു ലോ ആണ്. ഈ ലോനെ വിളിക്കുന്ന പേരാണ് കൂളംസ് ലോ. അത് നമ്മുടെ അടുത്ത ടോപ്പിക്കാണ്. ഈ ഒരു പോയിന്റ് ഇവിടെ ഉള്ളത് കൊണ്ട് നമ്മൾ ആ ടോപ്പിക്ക് ഒരല്പം മുമ്പേ പറയുന്നു എന്നേ ഉള്ളൂ. രണ്ട് ചാർജുകൾ തമ്മിൽ r ഡിസ്റ്റൻസ് അകലെ വെച്ചിരിക്കുന്ന രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് K ഇൻറ്റു Q1 ഇൻറ്റു Q2 ഡിവൈഡഡ് ബൈ r² ആണ്. Q1 എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ആദ്യത്തെ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ്, Q2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഈ കേസിൽ മാഗ്നിറ്റ്യൂഡുകൾ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇവിടെ നെഗറ്റീവോ പോസിറ്റീവോ എന്ത് വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ, നമ്മളവിടെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇതൊരു -1 ആണെങ്കിൽ ഇവിടെ 1 മാത്രം എടുത്താൽ മതി. ഇവിടെ -2 ആണെങ്കിൽ ഇവിടെ 2 മാത്രം എടുത്താൽ മതി. മാഗ്നിറ്റ്യൂഡ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഡിവൈഡഡ് ബൈ r². r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ചാർജുകളും തമ്മിലുള്ള സെപ്പറേഷൻ ആണ്. ഇതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ ടു സ്റ്റേഷനറി ചാർജസ്. ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്. ഈ കോൺസ്റ്റൻറ്റിന് ഒരു വാല്യൂ ഒക്കെ ഉണ്ട്. അത് നമ്മൾ ആ ടോപ്പിക്ക് എടുക്കുമ്പോൾ പറയുന്നതായിരിക്കും. ഇനി രണ്ട് ആ ഇക്വേഷൻ നമ്മൾ താഴെ എഴുതിയിട്ടുണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈക്വൽ ടു K ഇൻറ്റു Q1 Q2 ഡിവൈഡഡ് ബൈ r². ഓർത്ത് വെക്കണം, അവിടെ ഒരു ഡിവൈഡഡ് ബൈ r² ഉണ്ട്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി രണ്ടാമത് രണ്ട് മാസുകൾ തമ്മിലുള്ള ഫോഴ്സ് നോക്കാം. M1 എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, അതായത് അതിൻ്റെ മാസാണ് M1. രണ്ടാമത്തെ ഒബ്ജക്റ്റിൻ്റെ മാസാണ് M2. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് r. ഈ രണ്ട് ഒബ്ജക്റ്റുകളും തമ്മിൽ അട്രാക്റ്റ് ചെയ്യുമെന്ന് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ ഒരുപക്ഷെ പഠിച്ചിട്ടുണ്ടായിരിക്കും. യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഇവർ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്, അതായത് G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്നാണ് അർത്ഥം. G ഫോർ ഗ്രാവിറ്റേഷണൽ, F ഫോർ ഫോഴ്സ്, FG ആണ്. ഇവരുടെ മാസ് കാരണം ഇവർ തമ്മിലൊരു അട്രാക്ഷൻ ഉണ്ടായിരിക്കും. FG ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ G ഇൻറ്റു M1 M2 ഡിവൈഡഡ് ബൈ r². ഇവിടെ ക്യാപിറ്റൽ G എന്ന് പറയുന്നത് യൂണിവേഴ്സൽ കോൺസ്റ്റൻ്റ് ആണ്, യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആണ്. അതിനും ഒരു വാല്യൂ ഉണ്ട്. M1 എന്ന് പറയുന്നത് ആദ്യത്തെ ഒബ്ജക്റ്റിൻ്റെ മാസാണ്. M2 എന്ന് പറയുന്നത് രണ്ടാമത്തെ ഒബ്ജക്റ്റിൻ്റെ മാസാണ്. r എന്ന് പറയുന്നത് ഈ രണ്ട് മാസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസുമാണ്. നോക്കാം. FG is equal to G into M1 M2 divided by r². രണ്ട് ഇക്വേഷനിലും എന്ത് വരുന്നുണ്ട്? ഒരു ഡിവൈഡഡ് ബൈ r² വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ പോയിന്റ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ബോത്ത് ഒബേ ഇൻവേഴ്സ് സ്ക്വയർ ലോ. അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈ ഡിസ്റ്റൻസ് സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഡിസ്റ്റൻസ് സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പോയിന്റ് എഴുതിയിരിക്കുന്നത് ബോത്ത് ഒബേ ഇൻവേഴ്സ് സ്ക്വയർ ലോ. ഇതാണ് 4 സിമിലാരിറ്റീസ്, ചാർജും മാസും തമ്മിലുള്ള 4 സിമിലാരിറ്റീസ്.